മറ്റൊരു മനോവൈകൃതമുള്ള ആളിലേക്കാണ് പോകുന്നത്. ബസ്സിൽ നഗ്നത പതിവാക്കിയ സാജൻ പിടിയിലായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ഒരു സംഭവം ഉണ്ടായത്. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഒരു KSRTC ബസ്സിനുള്ളിലായിരുന്നു ഈ സംഭവം. ആദ്യം ഇയാളുടെ പേര് വിവരങ്ങൾ പരിചയപ്പെടുത്താം. പിടിയിലായത് കല്ലാമം പന്നിയോട് സാബു ഭവനിൽ സാജൻ, 37 വയസ്സാണ്. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഉച്ചയോടുകൂടി ഒരു KSRTC ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ ബസ്സിനുള്ളിൽ സാജൻ ഇരുന്ന സീറ്റിന് എതിർവശത്തായി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ നിർത്തിയിട്ട ബസ്സിൽ വെച്ച് ഇയാൾ വൈകൃതങ്ങൾ ആരംഭിച്ചു. ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തി. പക്ഷേ ഇതിനിടയിൽ ആ പെൺകുട്ടി വളരെ മിടുക്കിയായി നിന്ന് വളരെ ധൈര്യത്തോടു കൂടി തന്നെ പരിഭ്രമിക്കാതെ ആ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു സാജന്റെ മുഖം. അങ്ങനെ സാജൻ ആ പെൺകുട്ടി പകർത്തിയ ദൃശ്യങ്ങളിൽ കുടുങ്ങി. അയാൾ ബാഗുമായി എഴുന്നേറ്റത് എന്തിനാണെന്നോ, ഈ പെൺകുട്ടി ദൃശ്യങ്ങൾ എടുക്കുന്നു എന്നുള്ള വിവരം അയാൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതായത് ദൃശ്യങ്ങളിൽ താൻ കുടുങ്ങി, താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഉടൻ തന്നെ ബാഗ് എടുത്ത് അയാൾ സ്ഥലം വിട്ടു. കോട്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിനുള്ളിലായിരുന്നു ഇയാളുണ്ടായിരുന്നത്. പിന്നാലെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഈ ദൃശ്യങ്ങൾ അങ്ങനെ പോലീസിന്റെ അടുത്തെത്തി. അങ്ങനെയാണ് പോലീസ് ഒരു അന്വേഷണം നടത്തി യുവതിയെ കണ്ടെത്തുകയും യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി ഒടുവിൽ കേസെടുക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഒഴിഞ്ഞ ബസ്സുകളിൽ ഇത് പതിവായി നടത്തുന്ന ഒരു രോഗിയാണോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുമുണ്ടായിരുന്നു സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. അങ്ങനെ പോലീസ് നടത്തിയ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ സാജൻ പിടിയിലാവുന്നത്. എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. ആ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് സങ്കടം മാത്രം. എന്താണെങ്കിലും വഴുതക്കാട്, ഇയാൾ ഇതാദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നതെന്ന് കൂടി ഓർക്കണം. വഴുതക്കാട് വെച്ച് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി. തിരുവനന്തപുരം വഴുതക്കാട് വെച്ച് ഇത്തരത്തിൽ ബസ്സിനുള്ളിൽ വെച്ച് മറ്റൊരു സ്ത്രീയോട് ഇയാൾ ഈ സ്വഭാവം കാണിച്ചു, ഇതേ വൈകൃതം. അന്ന് ആ സ്ത്രീ പക്ഷേ കരഞ്ഞുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇത്തരക്കാരെ നേരിടുമ്പോൾ അത് കണ്ണീര് കൊണ്ടല്ല, ധൈര്യം കൊണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടി ചെയ്തതുപോലെ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാം. ഇത്തരക്കാരെ സമൂഹത്തിന് മുന്നിൽ പിച്ച് ചീന്താം. അങ്ങനെ നഗ്നതാ പ്രദർശനം പതിവാക്കിയ സാജൻ ഇനി അടിക്കുള്ളി കിടക്കട്ടെ.